ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോഴേ എന്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കണ്ടിരുന്നവർക്ക് അറിയാം, ഞാൻ കുറച്ചധികം ദിവസമായിട്ട് ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ഒന്നും അപ്ലോഡ് ചെയ്യാല്ല. വേറെ നിങ്ങളല്ല വെറും മടി. അപ്പോഴേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വേറൊരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. എനിക്കത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തോന്നി, പക്ഷെ നിങ്ങൾക്ക് അതിന്റെ സീരിയസ്നെസ് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടൊന്ന് തീരുമാനിക്കും. ഞാൻ ഇന്ന് വെറുതെ ഇങ്ങനെ മൊബൈൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇന്റർവ്യൂ കാണാനിടയായി. ഇതിന് മുന്നും ഞാൻ ഈ ഇന്റർവ്യൂ, അതായത് രണ്ട് വ്യക്തികളാണ് ഇന്റർവ്യൂ ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് വ്യക്തികളുടെയും വീഡിയോ ഞാൻ ഇതിന് മുന്നേ പലതവണ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനത് അത്ര വലിയ കാര്യമാക്കില്ല, കാരണം ഈ രണ്ട് വ്യക്തികള് പരസ്പരം സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ്. അതിൽ ഒരു വ്യക്തിയുടെ ഏജ് എന്ന് പറയുന്നത് 18ആണ്, മറ്റൊരാളുടേത് 24. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവല്ലേ, ഈ 18ഉം 24ഉം വയസ്സുള്ളവർ കല്യാണം കഴിച്ചാൽ എന്താണ് ഇത്ര പറയാനുള്ളതെന്നല്ലേ? പക്ഷെ അതല്ല ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. 18ഉം 24ഉം വയസ്സെന്ന് പറയുന്നതേ ഞാനൊരു വിഷയമാക്കി എടുക്കുന്നില്ല. പക്ഷെ ഈ ഇന്റർവ്യൂയുടെ പ്രസ്തുത ഭാഗങ്ങൾ ഞാൻ ഇവിടെ ഒന്ന് കാണിക്കാം, നിങ്ങൾ അതൊന്ന് കേട്ട് നോക്കൂ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അതിനു മുന്നേ നമ്മുടെ വെറൈറ്റി മീഡിയയിലെ മസ്തി വിത്ത് മസ്താനി എന്ന് പറയുന്ന പ്രോഗ്രാമിലാണ് ഇത് വന്നിരിക്കുന്നത്. ഈ ഇന്റർവ്യൂ വന്നിരിക്കുന്നത് നമ്മുടെ മസ്താനിയാണ്, അതിലെ ആങ്കർ, അറിയാമല്ലോ. അപ്പോ ഇതിലെ പ്രസ്തുത ഭാഗങ്ങൾ ഞാൻ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം, നിങ്ങൾ ഇതൊന്ന് കേട്ട് നോക്കൂ. ഒരു വിഷുവിന് പെട്ടെന്ന് കല്യാണം കഴിക്കുക, പിന്നെ ഇൻസ്റ്റഗ്രാം മുഴുവൻ ഇവരുടെ മാരേജ് വീഡിയോസ് ആയിട്ട് ട്രെൻഡിങ് ലിസ്റ്റിലേക്ക്. +1 കഴിഞ്ഞു എന്ന് പറയുന്നപ്പോ ആൾക്കാർ ചോദിക്കുന്നു, അണ്ടർ ഏജ് അല്ലേ, അപ്പൊ അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റുമോ? ഈ എത്ര നാളെ നിങ്ങളുടെ ലവ് സ്റ്റോറി? അപ്പോ 3 വർഷം. 3 വർഷം എന്ന് പറയുമ്പോൾ 15 ഇയേഴ്സിൽ സ്റ്റാർട്ട് ചെയ്തു. ഒരു ദിവസം ഞാൻ സ്കൂൾ കഴിഞ്ഞ് വന്നപ്പം ഇങ്ങനെ റോഡിലൂടെ പാസ് ചെയ്ത് പോയി. അപ്പൊ ഞാൻ എൻ്റെ അനിയനോട് പറഞ്ഞു, എടാ ഇവൻ അമ്പലത്തിൽ ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയാനല്ലേന്ന്. അങ്ങനെ ഇവൻ പോയിട്ട് തിരിച്ചെന്നെ കാണാൻ തിരിച്ചു വന്നു. അപ്പൊ ഞാൻ കല്ല് പെറുക്കി എറിഞ്ഞു. അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കല്ല് ഇറങ്ങി പോളാന്നൊക്കെ പറഞ്ഞു. എന്ത് കണ്ടിട്ടാ അപ്പൊ ഇഷ്ടപ്പെട്ടെ? ഹൈറ്റ് ഒക്കെ വേണമെന്നുണ്ടായിരുന്നു, കുറച്ച് ബോഡി ഫിറ്റ് ആയിട്ടുള്ള ആളാണ്, അതൊക്കെ ഉണ്ടായിരുന്നു. കളർ പ്രശ്നമില്ലായിരുന്നു. നിങ്ങൾക്ക് ബൈസെപ്സ് ഉണ്ടോ? അങ്ങനെ സ്കൂളിൽ നിന്ന് തന്നെ സ്റ്റേഷനിൽ പരാതിയൊക്കെ കൊടുത്തു. ഞങ്ങളുടെ വീട്ടുകാരെല്ലാം വന്ന്, അങ്ങനെ നിങ്ങൾക്ക് ഇറങ്ങി വരുമ്പോ പോലീസുകാര് അങ്ങനെ പിന്നെ അവര് കണ്ടുപിടിച്ചു എന്നെ പിടിച്ചു 25 ദിവസം റിമാൻഡൊക്കെ ചെയ്തു. അയ്യോ, ഞാൻ വിളിച്ചിട്ടാ വന്നേന്ന് പറഞ്ഞു. ഇവൻ എന്നെ കൊണ്ടുപോയി എന്നതായിരുന്നു പരാതി. എന്നെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതായിരുന്നു പരാതി. പോലീസുകാരോടെല്ലാം പറഞ്ഞു ഞാൻ വിളിച്ചിട്ടാ വന്നത്, പക്ഷെ അവരതൊന്നും കേട്ടില്ല. അപ്പോഴത്തേക്ക് ഇവനെ അവിടെ സെല്ലിൽ അടച്ചു. ആ സമയത്ത് എന്താ തോന്നി? വേണ്ടായിരുന്നോന്ന് തോന്നിയോ? ഇല്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഞാനിവിടെ സ്നേഹിച്ചതല്ലേ ഉള്ളു, അല്ല വേറെ അല്ല സെക്ഷലായിട്ട് അങ്ങനെ ഒന്നും ഇല്ല. പരാതി അതൊക്കെ ആക്കി അങ്ങനൊന്നും ഇല്ല. എന്നാലും 2-3 സെക്ഷനൊക്കെ ഇട്ടിട്ടുണ്ട്. കാരണം ഏജ് ഇല്ലാത്തോണ്ട് കിഡ്നാപ്പിംഗ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം കണ്ടോ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ പറഞ്ഞതില് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായോ? ഇതിലെ നമ്മുടെ 18ഉം 24ഉം വയസ്സും തമ്മിലുള്ള ഒരു കല്യാണം കഴിച്ചാൽ എന്താണ് പ്രശ്നം എന്നത് ഒരു വിഷയമല്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായോ? അവർ ഒളിച്ചോടിയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഇതില് ഏറ്റവും റെലവെന്റ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. +1 +2 പഠിച്ചിരുന്ന ഒരു കൊച്ച് ഒളിച്ചോടി കല്യാണം കഴിക്കുന്നു, എന്നിട്ട് അവരൊരു ചാനൽ നടത്തുന്നു, അവരുടെ വീഡിയോസ് ഒക്കെ വൈറലാവുന്നു. ഇവരെയൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ ഇന്റർവ്യൂ ഒക്കെ എടുത്ത് പുറത്തുവിടുന്നത്? ഈ ഒരു വീഡിയോ കണ്ടപ്പോഴേ എനിക്ക് മസ്താനിയോടും അതുപോലെ വെറൈറ്റി മീഡിയയിലെ ബാക്കിയുള്ള ക്രൂ മെമ്പേഴ്സിനോടും ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? എന്ത് മെസ്സേജ് ആണ് മറ്റുള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കൊടുക്കാനുള്ളത്? എന്താണ് നിങ്ങൾ പൊതുസമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ്? ഇതില് +2 കഴിഞ്ഞാൽ അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞാൽ +1 കഴിഞ്ഞ് കല്യാണം കഴിക്കാം, ഒളിച്ചോടാൻ കല്യാണം കഴിക്കാം, ഒരു ചാനൽ തുടങ്ങാം, സെറ്റ് ആവും. അതാണോ നിങ്ങൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഇതിലൂടെ? എന്നിട്ട് നിങ്ങൾ ഈ മസ്താനി എന്ന് പറയുന്ന ആ ഒരു ആങ്കർ അവരോടത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ പ്രണയം തുടങ്ങിയത് എങ്ങനെയാണ്, നിങ്ങൾ എവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത്? ഇതൊക്കെ കേൾക്കുമ്പോൾ മറ്റുള്ള കുട്ടികൾക്ക് ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ മാനസികമായിട്ട് അവർക്കും അത് ചെയ്താൽ കൊള്ളാമെന്നുണ്ടാകുന്ന ഒരു എന്താ പറയുന്നതിന് എനിക്കറിയില്ല, അത് നിങ്ങളുടെ മുമ്പിലേക്ക് അത് എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, എന്ത് മെസ്സേജാണ് നിങ്ങൾ സമൂഹത്തിന് കൊടുക്കുന്നത്? ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് കുറെ റീച്ച് ഉണ്ടാക്കണം, നിങ്ങൾക്ക് കുറെ ക്യാഷ് ഉണ്ടാക്കണം, അതാണ് നിങ്ങൾ കൊടുക്കുന്ന, സമൂഹത്തിന് വേണ്ടി കൊടുക്കുന്ന കുറച്ച് നല്ല കാര്യങ്ങൾ, അതാണോ നിങ്ങൾ കൊടുക്കുന്നത്? ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും ഒരു കൊച്ചു ഇൻസ്പയർ ആയിട്ട് ഇതുപോലെ ചെയ്യാൻ നോക്കിയാൽ നിങ്ങളാണോ അതിന് ഉത്തരം പറയാൻ പോകുന്നേ? അല്ല, എനിക്ക് അറിയാൻ വയ്യാത്തോണ്ട് ഞാൻ ചോദിക്കുവാണേ. അല്ല, നിങ്ങൾ അതിനൊരു മറുപടി എനിക്കൊന്ന് പറഞ്ഞു തരാവോ?
എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോ മനസ്സിലാകുന്നതാണ്, ശുദ്ധ അസംബന്ധമാണ് നിങ്ങൾ ആ വീഡിയോയിലൂടെ, ആ വീഡിയോ പുറത്തുവിട്ടതിലൂടെ. ഇപ്പൊ മസ്താനി ആ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം അവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങളല്ലേ ഇപ്പൊ കോൺട്രവേഴ്സി ആയിട്ട് നിൽക്കുന്നതെന്ന്. എന്തുകൊണ്ടാണ് അവർ കോൺട്രവേഴ്സി ആയത്? എന്തുകൊണ്ടാണ് അവർ കോൺട്രവേഴ്സി ആയത്? ഒന്ന് ആലോചിച്ച് നോക്കി, എന്തുകൊണ്ടാണ് അവർ കോൺട്രവേഴ്സിൽ ആയത്? അച്ഛനെ അമ്മയും ഉപേക്ഷിച്ച് ഒളിച്ചോടിപ്പോ സ്നേഹിക്കുന്നത് ആരും തെറ്റാണെന്ന് പറയുന്നില്ല. മക്കളെ, നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ചെയ്തത് എന്തോ വലിയ സംഭവമായിട്ടാണ് നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നത്. കുറച്ചു നാൾ കഴിയുമ്പോഴും ഈ ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവണം കേട്ടോ. ഓക്കെ, ഞാൻ അത്ര വലിയ അമ്മാവൻ ചിന്ത അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഞാൻ അത്ര വലിയ തന്തവൈബോ തള്ളവൈബോ ആയിട്ടൊന്നും പറയുന്നതല്ല. പക്ഷേ നിങ്ങൾ ഇന്നിപ്പോ ഈ ചെയ്തത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നിങ്ങൾ ഈ ഒരു ഇന്റർവ്യൂയിലൂടെ പൊതുസമൂഹത്തിന്, അതായത് നിങ്ങളുടെ ഏജിലുള്ള കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് വളരെ റോങ് ആയ ഒരു മെസ്സേജ് ആണ്. ഓക്കെ, ആ കുട്ടി അതിൽ പലതവണ പറയുന്നുണ്ട്, ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്കല്ലേ അറിയൂ, ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്കല്ലേ അറിയുന്ന. ഈ ഒരു പ്രസ്താവന തന്നെയാണ്. എല്ലാവർക്കും അവരവരുടേതായ കാരണങ്ങൾ ഉണ്ടാകും. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് സ്നേഹിക്കുന്നത് ആരും തെറ്റാണെന്ന് ആരും പറയുന്നില്ല, എവിടെയും പറയുന്നില്ല സ്നേഹിക്കുന്നത് തെറ്റാണെന്നോ അല്ലെങ്കിൽ സ്നേഹിച്ചാലെ കല്യാണം കഴിക്കാൻ വേണ്ടി എന്ത് സഹായിക്കുന്നത് തെറ്റാണെന്നോ ആരും പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ഈ ഇന്റർവ്യൂല് ഉടനീളം മസ്താനി പല പല ക്വസ്റ്റ്യൻസ് അതിൽ ചോദിക്കുന്നത് നിങ്ങൾ എപ്പോഴാണ് കണ്ടത്. അതിൽ ആ കുട്ടി പറയുന്നുണ്ട് 15 വയസ്സുള്ളപ്പോഴാണ് എന്നെ പ്രപ്പോസ് ചെയ്തതെന്ന്. എന്താണ് നിങ്ങൾ അതിലൂടെ സമൂഹത്തിന് കൊടുക്കാൻ നോക്കുന്നത്? എന്ത് മെസ്സേജ് നിങ്ങൾ അതിലൂടെ കൊടുക്കാൻ നോക്കുന്നത്? എനിക്ക് മനസ്സിലായില്ലല്ലോ. ഇതൊക്കെയാണോ നിങ്ങൾ ഇതൊക്കെ റീച്ചിന് വേണ്ടിയോ ക്യാഷിന് വേണ്ടിയോ? മസ്താനി അതിൽ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളാണല്ലോ ഇപ്പൊ വലിയ കോൺട്രവേഴ്സിന്ന്. അപ്പൊ ആ പയ്യൻ പറയുന്നുണ്ട്, അതിനുവേണ്ടി ഞങ്ങൾ എന്താ ചെയ്തതെന്ന് നിങ്ങൾക്കറിയില്ല, നിങ്ങൾ എന്താ ചെയ്തതെന്ന്. ഓക്കെ, ഇരിക്കട്ടെ. പക്ഷെ നിങ്ങൾ എന്താണ് ഇപ്പൊ നിങ്ങൾ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താ? 15 വയസ്സാകുമ്പോൾ ഒളിച്ചോടി കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ 18 വയസ്സ് തികയാൻ കാത്തിരുന്ന് ഒളിച്ചോടി കല്യാണം കഴിക്കാം. ഇതാണോ നിങ്ങൾ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ്? അടിപൊളി മെസ്സേജ് ആണല്ലോ മക്കളെ. ഭയങ്കര കേമമായിട്ടുള്ള മെസ്സേജ് ആണല്ലോ നിങ്ങൾ ഈ സമൂഹത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാണുന്ന മറ്റു കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്, ഇതൊന്നും അല്ല ലോകം. എന്റെ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നേ മറ്റു കുട്ടികളോട് ഞാനൊരു കാര്യം പറയാം, ഇതൊന്നും അല്ല ജീവിതം. ഇവരീ കാണിക്കുന്നതൊന്നും അല്ല ജീവിതം. ഓക്കെ, കല്യാണം കഴിക്കുന്നതോ അല്ലെങ്കിൽ സ്നേഹിക്കുന്നതോ സ്നേഹിച്ചവരെ കല്യാണം കഴിക്കുന്നതോ തെറ്റല്ല. പക്ഷേ നമ്മുടേതായ ഒരു സ്റ്റാൻഡിൽ നിന്നിട്ട് നമ്മൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കുക. 15ഉം 16ഉം വയസ്സല്ല നമ്മുടെ ലൈഫ് ഉണ്ടാവുന്നവരുടെ, നമ്മൾ തുടങ്ങുന്ന ഒരു സമയം മാത്രമാണ് ഈ 15ഉം 16ഉം വയസ്സ്. നമ്മുടെ ചിറക്, അതായത് നമ്മുടെ സ്വപ്നങ്ങൾക്ക് ചിറക് കൊടുക്കുന്ന ഒരു സമയം മാത്രമാണ് ഈ 15ഉം 16ഉം വയസ്സ്. പിന്നെ ഈ ലോകം നിങ്ങളെ കാത്തു കിടക്കുവാണ് അങ്ങനെ. അല്ലാതെ ആ ഒരു സമയത്ത് തോന്നുന്ന ഒരു ഇൻഫാക്ച്വേഷൻ ആവരുത് നിങ്ങൾ. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഇൻഫാക്ച്വേഷനിൽ നിങ്ങൾ എടുത്തു ചാടുന്ന ഒരു കിട്ടുമ്പോ ഉള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് ലൈഫിൽ ഉടനീളം നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. ഓക്കെ, പിന്നെ ഇവർ ഈ പറയുന്നത് പോലെ എന്താ പറയുന്നേ, ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്കല്ലേ അറിയൂ, ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്കല്ലേ അറിയൂ എന്ന് പല പല തവണ ആ കുട്ടി അവിടെ ഇരുന്ന് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. നിങ്ങൾക്ക് ഇതിനെ മാത്രം എന്ത് കാര്യമാണ് ഉണ്ടായത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അതിൽ നിന്നൊന്നും മനസ്സിലായില്ല. നിങ്ങളുടെ കാര്യം നിങ്ങൾ പലതവണ നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, എല്ലാവർക്കും സിറ്റുവേഷൻസും കാര്യങ്ങളും ഉണ്ടാകും. പക്ഷെ നിങ്ങളിപ്പോ ഈ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഈ ഒരു മെസ്സേജ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഈ ചാനലുകൾ തോറും നടന്നിട്ട് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഇന്റർവ്യൂ, അത് നല്ലതാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഞങ്ങളോ ചെയ്തു ഞങ്ങളുടെ സിറ്റുവേഷൻസ് കൊണ്ട്, അതാരും അനുകരിക്കരുത് എന്നെങ്കിലും ഒരു മെസ്സേജ് നിങ്ങൾക്ക് കൊടുക്കാമായിരുന്നു. പകരം ഞങ്ങൾ ചെയ്തു, ഞങ്ങളുടേത് ഞങ്ങൾക്കറിയാം. ആങ്കർ പോലും അവിടെ ഇരുന്ന് പറയുന്നു, ഭയങ്കര എന്തോ ഒരു വലിയ സംഭവം ചെയ്ത പോലെയായിരുന്നു ആങ്കർ അവിടെ ഇരുന്നിട്ട് അവർ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഇതിനെ മാത്രം എന്ത് നല്ല കാര്യമാണ് അവർ ചെന്ന് ചെയ്തത്? ഇവർ ഇന്റർവ്യൂ വിളിച്ചിട്ട് ഇത്ര നല്ല കാര്യങ്ങൾ പൊതുസമൂഹത്തിന് കൊടുക്കാൻ വേണ്ടി തക്കവണ്ണം എന്ത് കാര്യമാണ് അവരവിടെ ചെയ്തിട്ടുള്ളത്? എന്റെ പൊന്നു മക്കളെ, ഇതൊന്നും കണ്ട് ആരും ഇൻസ്പയർ ആവരുത്. നമ്മുടെ ലൈഫ് നമ്മൾ തീരുമാനിക്കുക, പക്ഷേ അതിനൊരു സമയവും കാലവും ഒക്കെ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ നമുക്ക് ജീവിക്കാം, അതിനൊരു സമയവും കാലവും ഉണ്ട്. നാളെ ആ ഇഷ്ടപ്പെടുന്നവൻ നമ്മളെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ, നമുക്ക് സ്വന്തമായിട്ട് നിൽക്കാൻ, നമ്മുടെ കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് നമ്മൾ കരുതിയിട്ട് വേണം ഇങ്ങനെയുള്ള ലൈഫിലേക്ക് എടുത്തു ചാടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതെന്റെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഉപദേശമാണെന്ന് തന്നെ വിചാരിച്ചോ.
കുട്ടികളെ നിങ്ങളോട് തന്നെയാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. ഇതൊന്നും ലൈഫല്ല. നിങ്ങൾക്ക് സ്നേഹിക്കാം, സ്നേഹിക്കാതിരിക്കാം. പക്ഷെ സ്നേഹിക്കുമ്പോൾ 15ഉം 16ഉം 17ഉം 18ഉം എന്ന് പറയുന്ന ഒരു പ്രായം നിങ്ങൾക്ക് വളരാനും പഠിക്കാനും നിങ്ങൾക്ക് പല പല കാര്യങ്ങളിലേക്ക് എത്തുവാനും ഉള്ള ഒരു സമയമായിട്ട് മാത്രം കണക്കാക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടേതായ കാലിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റി, നിങ്ങളൊരു ഇതിലെത്തി എന്ന് തോന്നുമ്പോൾ മാത്രം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ജീവിക്കുക. ആരുടെയും അടിമയായിട്ട് ജീവിക്കാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ കാലിൽ നിന്നിട്ട് നിങ്ങൾക്ക് എപ്പോ നിങ്ങൾക്ക് തന്നെ നിൽക്കാൻ തോന്നുന്നു നിങ്ങൾക്ക് തോന്നുന്നു ആ ഒരു സമയത്ത് മാത്രം. ഇപ്പോ ഞാൻ ഈ പറയുന്നത് ഭർത്താവ് തല്ലിക്കൊല്ലും അല്ലെങ്കിൽ അവൻ നിങ്ങൾ ഉപേക്ഷിച്ചു പോകുന്നല്ല. നാളെ നമ്മുടെ പാർട്ട്ണർക്ക് ഒരു എന്താ പറയുക നല്ല പോലെ നോക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ, അല്ലെങ്കിൽ അവർക്ക് നമ്മളുടെ ഒരു സപ്പോർട്ട് വേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ ആ സമയം നമ്മൾ തരണം ചെയ്യണമെങ്കിൽ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കിയിരുന്നാൽ ഒന്നും ആവത്തില്ല. ഓക്കെ, അപ്പൊ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും പഠിച്ച് നല്ലൊരു ജോലി സമ്പാദിച്ച് അതിനുശേഷം നമുക്ക് നല്ലതാണെന്ന് തോന്നുന്ന ഒരു ബന്ധത്തിലേക്ക് മാത്രം പോവുക. അല്ലാതെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്നും നിങ്ങൾ ഇൻസ്പയർ ആവാതിരിക്കുക. ഈ ചാനലുകാർ നടത്തുന്ന അവർക്ക് റീച്ചിന് വേണ്ടി അവർ പലതും കാണിക്കും. പൊന്നു മക്കളെ, അതിലൊന്നും പോയി വീഴാതിരിക്കുക. ഒരമ്മ, ഒരു സഹോദരി, ഒരു ഫ്രണ്ട്, ഇതിലേത് പറയുന്നത് പോലെ ആണെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാം. ഓക്കെ, പിന്നെ ചാനലുകാരോട് ഇതുപോലുള്ള വീഡിയോസ് ഒന്നും ഇട്ടിട്ട് പാവം പിടിച്ച കുട്ടികളെ വഴി തെറ്റിക്കാതിരിക്കുക. ഓക്കെ, വഴി തെറ്റിക്കുന്ന വീഡിയോസ് ഇട്ട് വെറുതെ വഴി തെറ്റിക്കാതിരിക്കുക. അതിന്റെ ഒരു ആവശ്യകതയും ഉണ്ടായി എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു ഇന്റർവ്യൂയുടെ ഒരു ആവശ്യകതയും ഉണ്ടായില്ല. അത് കാണുന്ന മാതാപിതാക്കൾ ഓക്കെ, അവരിപ്പോ കുറച്ച് നാൾ കഴിയുമ്പോൾ ഒന്നാവുമായിരിക്കാം, ആവില്ലായിരിക്കാം. മാതാപിതാക്കളല്ലേ, ഒന്നാവും, തീർച്ചയായിട്ടും ഒന്നാവും. അപ്പോഴേ ഇത്രേ എനിക്കിന്ന് പറയാനുള്ളൂ. അപ്പൊ നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ടെ ഞാൻ വീണ്ടും വരാം. അപ്പൊ എല്ലാവരും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലൈക്കും ഷെയറും പിന്നെ എന്തെങ്കിലും ഒരു കമന്റും കൂടി ഇട്ടേക്കണേ. എങ്കിലേ നമ്മുടെ ഈ വീഡിയോ 10 പേര് കാണത്തുള്ളൂ. എന്റെ ചാനൽ ഇതുവരെ മോണിറ്റൈസേഷൻ ആയിട്ടുള്ളത്, കാരണം വെറും മടിയായിരിക്കും വീഡിയോയുടെ. എങ്ങനെയെങ്കിലും ഒന്ന് മോണിറ്റൈസേഷൻ ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കാം, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചേക്കാം.